എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ് മലൈക്കോട്ടെ വാലിബൻ. ഒരു കോൾ വന്നു സുഹൃത്തുക്കളെ, ഒരു കോൾ വന്നു. സോറി. ഓക്കെ, മലൈക്കോട്ടെ വാലിബൻ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷെ കുറച്ചൊന്ന് വൈകി എങ്കിലും സാരല്ല, സാധനത്തിയുണ്ട്. സാരല്ല എന്ന് പറയാനും പറ്റൂല. 7:30 മുതൽ കാത്തിരിക്കുന്നതാണ്. പക്ഷെ 7:30 തന്നെ ലേറ്റ് ആയി പോയി എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതന്നെ ലേറ്റാ, കാരണം ഒരു 5:30-6 മണി ആ ടൈമിനുള്ളിൽ കിട്ടണം. എന്നാലേ നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. അതാണ് അതിന്റെ സത്യം. അല്ല, കിട്ടിയിരിക്കുന്നത് കണ്ടില്ലേ? ഇനിയും വേണോ? വേണ്ട. എന്താണെങ്കിലും നമുക്ക് ട്രെയിലർ കാണാം. അതായത് ഇത്രയും നാള് കാത്തിരുന്നാണ്. കൂടുതൽ സംസാരിച്ച് ബോറടിപ്പിക്കാൻ പറ്റില്ല. എടുക്ക്. അതല്ല, കാര്യം അറിയണം. അതാണ് ടീച്ചറിലൊന്നും നമുക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതായത് എന്താണിത് സംഭവം എന്നുള്ളത് ജിജ്ഞാസയോടെ ഇരിക്കും. അതെ, ആകാംക്ഷ. അവിടെ ജിജ്ഞാസ, ഇവിടെ ആകാംക്ഷ ഉള്ളത്. എന്തായാലും നമുക്ക് മലൈക്കോട്ടെ വാലിബന്റെ ഒഫീഷ്യൽ ട്രെയിലർ കാണാം. ഇന്ന് പ്രസ് മീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലാലേട്ടനും ലിജോ ജോസ് പള്ളിശ്ശേരിയൊക്കെ വേറെ വൈബിലായിരുന്നു. അത് തന്നെ ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്രല്ലേ നീ ഒറ്റയ്ക്ക് കാണുന്ന കുഴപ്പമൊന്നുമില്ല കേട്ടോ, ആരും ചോദിക്കുന്നില്ല. പക്ഷെ ഞാൻ പറയും, ആർക്കും അതിന് എന്റെ കാര്യത്തിൽ വലിയ ഇതൊന്നും ആർക്കും ഇല്ല. എല്ലാരും ഒന്ന് കാര്യമായിട്ട് പരിഗണിച്ചേക്കണേ. വയ്യാണ്ടിരിക്കുകയാണ്. അതെ, കുറച്ചൊക്കെ കാണിക്കാം, കുഴപ്പമൊന്നും. ഇനി ഇതൊക്കെ എഡിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ തന്നെ ഈ കൈ വെച്ച് എങ്ങനെയുണ്ട് ചിന്തിക്കണം. റെഡി? ഓക്കെ. സുചിത്ര നായർ മാവട്ടക്കടലിയുടെ ആയുധം കൂടും ചെറിയാണ്. കരയണം, ചോര വീഴണം. കണ്ണീരും ചോരയും വീണാണ് കടലുണ്ടാകുന്നത്. ആ കടലിന്റെ അടിയിൽ നിന്ന് സൂര്യൻ ഉദിച്ചു വരും. സൂര്യന്റെ തീ ഈ കോട്ട ചമ്പലാക്കും. ചാമ്പലാക്കും. മോനെ ആയിരിക്കുന്നു. ഓ മൈ ഗോഡ്, ഒരു വെറൈറ്റി ഐറ്റം. ക്ലാസ് ഐറ്റം തെറ്റിദ്ധരിപ്പിക്കുന്നതാ. അതിന് മാസിനുള്ള സാധനങ്ങളാണ് കാണിച്ചു പോകുന്നത്. എന്റെ അമ്മോ, മലയാള സിനിമ തന്നെയാണോ? ഭീകര സാധനം, ഭീകര ഷോട്ടുകളാണ്. അതായത് എന്താ ഫ്രെയിം ഓരോന്ന്. അതാണ് പറയാൻ വന്നത്. ഓരോ ഫ്രെയിമിലും എത്രയോ ജനങ്ങളാണ് ഉള്ളത്. ഓരോ ഷോട്ടിലുമേ. അതെ, ഒരു സ്ഥലത്ത് മാത്രമല്ല, ഇത്രയും ആൾക്കാരെ വെച്ചിട്ടുള്ള സാധനം ഒന്നല്ല, മിക്ക സ്ഥലങ്ങളിലും അതൊക്കെ കൺട്രോൾ ചെയ്ത് അതേപോലെ പോകുന്നു. വാലിബാ ഇറങ്ങി വാടാ, 25-ന് ചാമ്പലാക്കും. എനിക്ക് മറ്റേ സാധനമായിട്ട് ഇഷ്ടപ്പെട്ട്. എന്ത്? മറ്റേ ചങ്ങലിട്ട് രണ്ടും ഇത് പിടിച്ചിരിക്കുന്നില്ല, അത് വലിച്ച് ഇതാക്കുന്നതായിരിക്കും ഉണ്ടാവും. അതെനിക്ക് ലാലേട്ടനാണ് തോന്നിയില്ല ആദ്യം. അതല്ല, ഞാൻ ആവേശം, ഞാൻ ആ സീനിന്റെ ഇത് ആ ഷോട്ടാണ് എന്റെ ഓർമ്മയിലേക്ക് വന്നത്. അതായത് നമ്മള് സിനിമയുടെ പേര് ഞാൻ മറന്നു, ഹെർക്കുലീസിലാണോ അങ്ങനെ ഏതൊരു സിനിമയിലാണ്. അതിലുണ്ട് മറ്റേ റോക്ക് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. ഇതേ വലിച്ച് 2 ഭിത്തി വലിച്ചിങ്ങനെ ഇടുന്നത്.
എക്സ്ട്രാ പവർ ഉള്ള ഒരാളായിട്ട് എന്തായാലും ചോര ചെന്നുന്നുണ്ട്. US സർട്ടിഫിക്കറ്റ് ആണ് സിനിമക്ക് കിട്ടിയിരിക്കുന്നത്. 2 മണിക്കൂർ 37 മിനിറ്റുമാണ് സിനിമയുടെ ഡ്യൂറേഷൻ. യു എ കിട്ടിയതിൽ അത്ഭുതമൊന്നുമില്ല, കാരണം അമ്മാതിരി വയലൻസും സിനിമയിലുണ്ടെന്നുള്ളത് വ്യക്തമാണ്. പിന്നെ യുദ്ധം തന്നെയാണ് സംഭവം. ഇരിക്കുന്നിടത്തേക്ക് ഓടി വരുന്ന സംഭവം ഉണ്ടോ? എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അവിടെ എങ്ങനെ ഇരിക്കുന്നുണ്ട് ആള്, അതിലേക്ക് പാഞ്ഞു വരുന്ന ഒരു സീനാണ്. എനിക്ക് തോന്നിയത് എന്താണെന്നറിയാം ഇത് കണ്ടപ്പോൾ, അതായത് മരക്കാറിൽ നമുക്ക് നഷ്ടപ്പെട്ടത് ഇതിൽ നമ്മൾ തിരിച്ചു പിടിക്കും. അത് ഒരു 80% മുകളിൽ അത് വിശ്വസിക്കുക കേട്ടോ, ധൈര്യമായിട്ട്. കാരണം നമ്മൾ എന്താണോ അതിൽ ആഗ്രഹിച്ചത് അത് നമുക്ക് കിട്ടിയില്ല. അത് അതിന്റെ പീക്ക് ലെവലിൽ നമുക്ക് ഇതിൽ കിട്ടും. ഇത് പിന്നെ വേറൊരു കാര്യം, ഈ ട്രെയിലർ കഴിഞ്ഞപ്പോൾ ആളെയും പറഞ്ഞ പോലെ തന്നെ ഇത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിലറാണ്. കാരണം വിചാരിക്കും അയ്യോ ഇത് ക്ലാസ് അല്ലെങ്കിൽ ഒരു ലെവല് പോകുന്നതാണല്ലോ, പക്ഷെ നല്ല അടിപൊളി കൊല്ലം മാസം ഐറ്റം ഉണ്ടാവും. പിന്നെ ഈ ഒരു രീതിയിലുള്ള ട്രെയിലർ നമ്മൾ കണ്ടിട്ടില്ല. അതൊരു നമുക്ക് ഒരുപാട് വ്യത്യസ്തമായ ട്രെയിലറുകളുണ്ട്, അതിൽ നമുക്കിങ്ങനെ എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു ട്രെയിലറാണിത്. കാരണം ഇങ്ങനെയുള്ള വിഷ്വൽ തന്നെ സാധാരണ മറ്റുള്ളവരാണ് പുറത്ത് വിടുന്നതെങ്കിൽ തീർച്ചയായും BGM ഒക്കെ കുത്തിക്കയറ്റി സത്യം ഭയങ്കര എങ്ങനെ ഒരു തട്ടുപൊളിപ്പൻ രീതിയിലായിരിക്കും വരിക. ഇതങ്ങനെയല്ല, ഇത് വലിയ ഓവർ അല്ലാതെ കേട്ടിരിക്കാൻ ഒരു സുഖമുള്ള BGM ഒപ്പം പോകുന്നത്. അതായത് ഈ ഒരു രീതിയിലായിരിക്കണം മേ ബി ഇതിൻ്റെ സിനിമയുടെ ഒരു പോക്ക്. അത് തന്നെ ട്രെയിലറിൽ കൊണ്ടുവന്നതായിരിക്കണം. എന്തായാലും ഗംഭീരമായിട്ടുള്ളൊരു ട്രെയിലറായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. സൂപ്പർ, ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ്. എന്ത് സാധനം, ഞാൻ ഞെട്ടിപ്പോവാ. ഇപ്പോഴും അതിന്റെ ഇത് പോയിട്ടില്ല. ഓരോ ഷോട്ടുകളും ഓരോ ഫ്രെയിമുകളും വരുമ്പം ഇത് LJP ഇത്രയും ഒരുക്കി വെക്കുക എന്നൊക്കെ പറഞ്ഞാണല്ലോ, ഇത് വേറെ ലെവലിലേക്ക് സത്യമായിട്ട്. നമ്മളത് വെറുതെ ഒരു ട്രെയിലർ കണ്ടതിന്റെ ആവേശത്തിൽ പറയുന്ന സംഭവമൊന്നുമല്ല. ഇതുപോലത്തെ ഒരു ട്രെയിലർ മലയാളത്തിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? പക്ക വിഷ്വൽ ട്രീറ്റ് ആണിത്. എന്തൊരു വിഷ്വൽ ബ്യൂട്ടിയാണ് ഓരോ ഷോട്ടുകളും. നമുക്ക് ഇങ്ങനെ കണ്ട് ഇപ്പൊ വരും എന്ന് ഓർത്ത്, പക്ഷെ അതിന്റെ ഇടയിൽ കൂടിയൊക്കെ വന്നു പോകുന്നുണ്ട്. ലാലേട്ടൻ അതിന്റെ ഇടയിൽ കൂടിയൊക്കെ വന്ന് പോകുന്നുണ്ട്, എന്നാൽ തിരിച്ചറിയാത്ത ഒരു രീതിയിലൊക്കെയാണ് ചെയ്തത്. അതിലൊരു ലോങ് ഷോട്ട് ഉണ്ട്. നമ്മുടെ ആ ഒരു ജനുവരി 25-നാണ് സിനിമ റിലീസിന് എത്തുന്നത് എന്നുള്ളതിന്റെ ഒരു അനൗൺസ്മെന്റ് പോസ്റ്റർ ഉണ്ടായിരുന്നില്ലേ, അത് ഇതിൽ കാണുന്നുണ്ട്. ആ ഷോട്ട് കാണുന്നുണ്ട്. അത് സൈഡ് വ്യൂ ആണ്. വേറെ ലെവലാണ്, വേറെ ഒന്നും പറയാനില്ല. എന്തായാലും എട്ടാൻ റെഡി ആയിട്ടിരുന്നോ? അപ്പൊ എന്തായാലും ഇനി ബാക്കി നമുക്ക് 25-ാം തീയതി തിയേറ്ററിൽ പൊളിക്കാം. എന്തായാലും ഇന്ന് പ്രസ് മീറ്റിൽ ഒരു കാര്യം കൂടി വ്യക്തമായിട്ടുണ്ട്. സിനിമ 2 ഭാഗങ്ങളായിട്ട് തന്നെ ആയിരിക്കും വരിക. അത് ഷുവറാണ്, ഒഫീഷ്യലി തന്നെ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ കൂടി ചില കോമഡികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റത്തെ ഇറങ്ങിയിട്ട് കണ്ടു കഴിഞ്ഞിട്ട് അതിന് മുൻപ് PRO പറഞ്ഞതായിട്ടുള്ള വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടല്ലോ. അതെ, പുറത്ത് എന്തായാലും 2 എന്തായാലും. ഇതിപ്പോ ഞാൻ ഇവിടെ പറയാൻ കാരണം ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2ാം ഭാഗം ഇല്ലെങ്കിൽ, 2 ഭാഗത്തായിട്ട് ഇത് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇവരോട് ചോദിച്ചോ, നിങ്ങൾ എന്ത് വേണമെങ്കിൽ ഇവരെ ചെയ്തെന്നാണ് ആ കാര്യത്തില്. പക്ഷെ എനിക്ക് ഇവരെ ഇപ്പൊ ഭയങ്കര വിശ്വാസമാണ്, പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ ഇവര് ചെയ്യുന്നുണ്ട്. അതങ്ങനെയാണോ? അല്ല, ഞാൻ പറയുന്ന കാര്യമാവുന്ന അല്ല, അതുകൊണ്ടല്ല, പല കാര്യങ്ങളും കാണുമ്പോ പറഞ്ഞായിരുന്നോ? എന്താണെങ്കിലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ കാണാം. ഓക്കെ, ബൈ. മാരക പെയിനാട്ടോ.